എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. തമിഴ്നാട്ടിൽ ഇനി ചിന്നമ്മയുടെ വാഴ്ച. ശശികലയെ അണ്ണാ-DMK നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വീട്ടുജോലിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ല ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് MK സ്റ്റാലിൻ. ലോ അക്കാദമി സമരത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി. BJP-ക്കൊപ്പം ചേർന്ന ആരും സർക്കാരിനെ വിരട്ടാൻ നോക്കേണ്ട. ലോ അക്കാദമി അനിശ്ചിതകാലത്തേക്ക് അടച്ചു. തീരുമാനം വിദ്യാർത്ഥികളെ തടയുമെന്ന സമരക്കാരുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ചർച്ച പൊളിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയും SFIയും എന്ന് പന്ന്യൻ. PS നടരാജപിള്ളയെ മുഖ്യമന്ത്രി അപമാനിച്ചെന്ന് കുടുംബാംഗങ്ങൾ. പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് VM സുധീരൻ. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന പ്രസ്താവനയോട് പ്രതികരിച്ചു മാതാവ്. സഹായമല്ല, നീതിയാണ് വേണ്ടതെന്ന് മഹിജ. DYFIക്ക് പുതിയ നേതൃത്വം. മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ അധ്യക്ഷൻ. അഭോയ് മുഖർജി സെക്രട്ടറി. M സ്വരാജും AN ഷംസീറും സഹഭാരവാഹികൾ. കൊച്ചിയെ ശുഭ്രസാഗരമാക്കി യുവജന റാലി. 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ വിലക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് വീണ്ടും തിരിച്ചടി. ഫെഡറൽ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ തള്ളി. അന്തിമ ഉത്തരവ് വരും വരെ ആരെയും തടയരുതെന്ന് അപ്പീൽ കോടതി. ശശികല നടരാജൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാകും. AIADMK ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. O പനീർസെൽവം രാജിവെച്ചു. സത്യപ്രതിജ്ഞ അടുത്തയാഴ്ച നടക്കും. ഇന്ന് ചേർന്ന അണ്ണാ-DMK MLA-മാരുടെ നിർണായക യോഗത്തിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശശികല നടരാജനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട് പ്രഖ്യാപനമുണ്ടായത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ ശശികല നടരാജൻ അധികാരമേൽക്കും. യോഗ തീരുമാനത്തെ തുടർന്ന് O പനീർസെൽവം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള സന്നദ്ധത പ്രഖ്യാപിച്ചു. അണ്ണാ-DMK MLA-മാർ ഐക്യകണ്ഠേനയാണ് ശശികല നടരാജനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. O പനീർസെൽവമാണ് തന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും ജയലളിതയുടെ ആശയങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ശശികല നടരാജൻ പ്രതികരിച്ചു. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നിയുക്ത മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിനു ശേഷം ശശികല നടരാജൻ പാർട്ടി ആസ്ഥാനത്ത് തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അതേസമയം ശശികല നടരാജനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിച്ച അണ്ണാ-DMK നീക്കത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർത്തു. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ജയലളിതയെയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതെന്നും വീട്ടുവേലക്കാരിയായ ശശികലയെയല്ലെന്നും DMK നേതാവ് സ്റ്റാലിൻ പ്രതികരിച്ചു. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലാത്ത ശശികല നടരാജൻ എങ്ങനെ നിയുക്ത മുഖ്യമന്ത്രിയാകുമെന്ന് BJP ആരോപിച്ചു. സംസ്ഥാനം നേരിടാൻ സാധ്യതയുള്ള കനത്ത വരൾച്ച, കാവേരി നദീജല വിഷയം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ശശികല നടരാജന് മുന്നിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതി വിധി വരാനിരിക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. കോടതി വിധി എതിരായാൽ രാജിവെക്കേണ്ടി വരും എന്നതും വലിയ വെല്ലുവിളിയാണ്. ജയലളിതയുടെ നിഴലായി 1980 മധ്യത്തോടെ ആരംഭിച്ച് 3 പതിറ്റാണ്ടുകാലമുണ്ടായിരുന്നു ശശികല നടരാജൻ. എന്നാൽ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത, രാഷ്ട്രീയ ഇടപെടലുകളിലെ സാമർഥ്യം, നയപരമായ തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ് എന്നിവ ഇപ്പോൾ ശരിക്കും തെളിയിക്കേണ്ടി വരും. റിപ്പോർട്ടർ, ദില്ലി. തമിഴ്നാട്ടിൽ ഇനി ചിന്നമ്മയുഗം. ചർച്ചയിൽ ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജിമോൻ ജേക്കബ്, അദ്ദേഹം തെഹൽക്കയിലെ മാധ്യമപ്രവർത്തകനായിരുന്നു, ശ്രീ അരുൺ റാം ചെന്നൈയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ അരുൺ റാം, ഇത്ര അനായാസമായി എതിർ ശബ്ദങ്ങളൊന്നുമില്ലാതെ എങ്ങനെയാണ് ശശികലയ്ക്ക് ജയലളിതയുടെ പിൻഗാമിയാകാൻ കഴിഞ്ഞത്? കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് ജയലളിത മരിച്ചത്. അന്ന് മുതൽ ADMK പാർട്ടിയിലുള്ള മിനിസ്റ്റർ എല്ലാവരും ശശികലയാണ് നെക്സ്റ്റ് CM ആയിട്ട് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ച് അവരെ എല്ലാവരും സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ തമിഴ്നാട് നോക്കുമ്പോ ലീഡേഴ്സ് മാത്രമാണ് ശശികലയെ മുൻനിർത്തുന്നത്. പക്ഷെ ഇവിടെ ഉള്ള പീപ്പിൾസ് മൊത്തം ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇപ്പം കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി മരിച്ചതിന് ശേഷം ഇന്ന് 62ാമത്തെ ദിവസമാണ്. ഇന്ന് ഇവർ പാർട്ടിയിലുള്ള മിനിസ്റ്റേഴ്സും പിന്നെ MLA-ക്കളും എല്ലാം കൂടിയിട്ടാണ് ഇവർ ശശികലയെ CM ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം CM ആയിട്ടുള്ള പന്നീർസെൽവം അവർ വന്നിട്ട് റിസൈനിങ് ലെറ്റർ ശശികലാവിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഇത് വന്നിട്ട് സെൻട്രലിലുള്ള BJP ഗവൺമെന്റിന് ഇത് എഗൻസ്റ്റ് ആയിട്ടുള്ളതുണ്ടോ അല്ലെങ്കിൽ അവർ ഇതിനെ ഒരു ആദരവായിട്ടുണ്ടോ ഇത് ഉള്ളത് ഇന്നും അത് ഒരു ക്ലിയർ ആയിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അത് ഇപ്പൊ വന്നിട്ട് ഇവിടെ പാർട്ടിയിലുള്ള എല്ലാ ലീഡേഴ്സ് മാത്രം ഇത് ഒരു വലിയൊരു സെലിബ്രേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം തമിഴ്നാട്ടില്. പക്ഷെ ഇവിടെ ഒരു മൊത്തത്തിൽ മക്കളെല്ലാരും എഗൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇപ്പം. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങാം. PS ശ്രീധരൻപിള്ള, ഇത് ജനാധിപത്യത്തിന്റെ ഒരു ദുര്യോഗമല്ലേ?
ഒരു നേതാവിൻ്റെ സഹായിയായി ആശ്രിതയായി വന്ന് പിന്നെ ആ പാർട്ടിയെയും ഒപ്പം സർക്കാരിനെ തന്നെയും കൈപ്പിടിയിലാക്കുക എന്നുള്ളത് തീർച്ചയായും AIADMKക്ക് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആളാണ് നേതാവ്. അവർ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിലും ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ദുര്യോഗമല്ലേ? അതാത് പാർട്ടികൾ ആരെ മുന്നോട്ട് വയ്ക്കണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്കുള്ളതാണ്. അതിൽ അവർക്ക് നിയമസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷമുണ്ട്. ആ പാർട്ടിക്ക് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അവരെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അതിനെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് മറ്റ് പാർട്ടികൾ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട അഭിപ്രായം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ശരിയാണ്. പിന്നെ ആത്യന്തികമായി അത് ജനങ്ങൾക്ക് ഹിതകരമാണെന്നുള്ളത് അത് ജനങ്ങളിലൂടെയാണ് തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. അതിന് സമയം വരുമ്പോൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ശ്രീ CR നീലകണ്ഠൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞത് 100% ശരിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ആരാണ് നേതാവ് എന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് ജനാധിപത്യത്തിൽ വേണ്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സാങ്കേതികമായി യാതൊരു അപാകവുമില്ല. പക്ഷേ ശശികല നടരാജനെ പോലെ ഒരാൾ തമിഴ്നാട് പോലെ ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ നമുക്ക് ജനാധിപത്യ സംവിധാനത്തോടൊരല്പം മമതക്കുറവ് തോന്നുമോ? അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള വളരെ വലിയ നിയമം അറിയുന്ന ആളാണ്. അദ്ദേഹം വലിയ നിയമജ്ഞനാണ്. അതുകൊണ്ട് അദ്ദേഹം നിയമപരമായി 100% ശരിയായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു അക്ഷരം അദ്ദേഹം പറയാതിരുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ആ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പാവ കളിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജനപിന്തുണയുമില്ലാത്ത, ഇതുവരെ ജനങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത TV ചാനലുകളിൽ കൂടി പോലും ശശികലയെ ജനങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ജയലളിത വരുന്നത് ഒരുപക്ഷെ ഇതയകനി എന്ന ഒരു പൊസിഷൻ കുറേ കാലമായി ജയലളിതയെ ജനങ്ങൾ കാണുന്നുണ്ട് MGRൻ്റെ കൂടെ. അതിൽ കൂടുതൽ ബന്ധമൊന്നുമില്ല. തമിഴ്നാട് രാഷ്ട്രീയം അണ്ണാദുരൈ 2 സിനിമാക്കാരെ ഏൽപ്പിച്ചു, കരുണാനിധിയും MGRനെ. പിന്നെ ആ സിനിമക്കാർ അണ്ണാദുരൈ മരിച്ചപ്പോൾ തമ്മിൽ തെറ്റിയെന്നുള്ള വേറെ പ്രശ്നം. പക്ഷേ അവരെയും അണ്ണാദുരൈ ഏൽപ്പിച്ചതാണ്. പക്ഷേ MGR ഒരു കാലത്തും ജയലളിത ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ MGRുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് ജനങ്ങളുടെ തോന്നലാണ് വന്നത്. പക്ഷേ ജയലളിതയുടെ ഫേസ് ക്ലിയറാണ്. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ഫേസ് പോലും ക്ലിയർ അല്ല. സ്റ്റാലിൻ പറഞ്ഞ് വീട്ടുവേലക്കാരി എന്നുള്ളത് മോശമല്ല, വീട്ടുവേലക്കാരിക്ക് മുഖ്യമന്ത്രിയാവാം. അതല്ല അവരുടെ അയോഗ്യത. അവരുടെ അയോഗ്യത അവർ ജനങ്ങളുമായി ഇതുവരെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. ഇവിടെ ജനാധിപത്യം അക്ഷരാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ജനാധിപത്യം നശിച്ച് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായും, നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ, അത് മൊത്തമായി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. കുറച്ച് നേതാക്കന്മാരെ അത് പണം കൊണ്ട് ജയലളിതയ്ക്ക് മേൽ ശശികലയ്ക്കുണ്ടായിരുന്ന ആ സ്വാധീനം എന്ന് പറയുന്നത് അഴിമതിയിലൂടെ ഉണ്ടായ സ്വാധീനമാണ്. ഒരു രാഷ്ട്രീയ സ്വാധീനവുമില്ല. കാരണം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശശികല നിന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നൊരു ഉറപ്പില്ല, ജയലളിതയുടെ പേര് പറഞ്ഞല്ലാതെ. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഇച്ഛ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്നു. ഇവിടെ അതിപ്പോൾ ഒരുപക്ഷെ അവർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച കാർ മാത്രമേ അത് ജയിച്ചില്ലെങ്കിൽ പോകും. അവരുടെ പേരിൽ വലിയ കടുത്ത അഴിമതി ആരോപണങ്ങളുണ്ട്, കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് കഴിഞ്ഞിട്ട് ഞാനാവാം എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു മിനിമം. ശരി, അതെ. ഇതിൽ ശ്രീ PR ശ്രീധരൻപിള്ള, താങ്കൾ നിയമജ്ഞൻ എന്നുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞതാണോ അതോ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞതാണോ എന്ന സംശയം കൂടി ശ്രീ CR നീലകണ്ഠൻ പ്രകടിപ്പിക്കുകയുണ്ടായി. നേരത്തെ തമ്പിദുരയിലൂടെ AIADMK ഹൈജാക്ക് ചെയ്യും BJP എന്നൊരു അഭ്യൂഹം, അല്ലെങ്കിൽ അങ്ങനെ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ തമ്പിദുരയാണ് ഇക്കാര്യത്തിൽ ശശികല മുഖ്യമന്ത്രിയാകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഇങ്ങനെ ശശികല അപ്രതീക്ഷിതം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം 2 മാസം മുൻപ് വരെ ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയാകും ജയലളിത മരിച്ചാൽ എന്ന് നമുക്ക് ഒരു മുൻധാരണയും ഉണ്ടായിരുന്നില്ല. അവരുടെ മരണ ദിവസം മുതൽ, അവരുടെ സാന്നിധ്യം മുതലാണ് ഈ ചർച്ച ഇങ്ങനെ വരുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോ BJPക്കോ സവിശേഷ താല്പര്യമുണ്ടോ? ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നീലകണ്ഠൻ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ സംസാരിച്ചത്. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, അദ്ദേഹം പറഞ്ഞത് എന്ത് സംഭവിക്കാം. ഇവിടെ ശശികലയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പനീർശെൽവത്തിൻ്റെ കാര്യത്തിലോ നമുക്കറിയാം, പനീർശെൽവം ഒരിക്കലും ഒരു ഒന്നാംകിട മുൻനിരക്കാരൻ രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ഒരു നമ്പർ 2 പോലും ആ പാർട്ടിയിലാണെന്നുള്ളത് ജയലളിത അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്നുള്ളതൊക്കെ അവരെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി. അത് ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട്, ഇപ്പം ആ പാർട്ടിയിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനൊരു വാദഗതി മുന്നോട്ട് വെക്കുമ്പം ഒരു ജനാധിപത്യ ക്രമത്തിൽ മറ്റെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അതിലവർ വീട്ടുജോലിക്കാരിയാണോ തോഴിയാണോ അല്ല എന്താണെന്നുള്ളതല്ല.
ആർക്കും ആകാമല്ലോ. കർപ്പൂരി താക്കൂർ മുഖ്യമന്ത്രിയായ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് പറഞ്ഞ് ബാർബറാണ് എന്ന് പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ നോക്കരുത്. അവരുടെ കഴിവ് തെളിയിക്കട്ടെ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്നുള്ള നിലയിൽ ഇവരുടെ എല്ലാവരോടും ഒരേ സമീപനമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ജയലളിത മരിച്ച അവസരത്തിൽ വന്നപ്പം അവരുടെ തലയിൽ തൊട്ടും അവരോട് ആ നിലയ്ക്ക് അവരോട് അത് ചെയ്തു. അതേസമയത്ത് പനീർ ശെൽവത്തോടും തമ്പിദുരയൊക്കെ കേന്ദ്രത്തോട് നല്ല ബന്ധത്തിലുള്ള ആൾക്കാരാണ്. നല്ല ബന്ധം കേന്ദ്ര സർക്കാരുമായിട്ട് എപ്പോഴും പുലർത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടുത്തെ ജനവികാരത്തിനനുസരിച്ച് കേന്ദ്രം ഭരണഘടനാനുസൃതമായ കാര്യങ്ങൾ ചെയ്യും. അതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി BJP തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാകാൻ ശ്രമിക്കുകയാണ്. അവിടെ വോട്ടിംഗ് ശതമാനം പലപ്പോഴും 2%, 3% അപ്പുറത്തേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജി അനുസരിച്ച് അവസരം വന്നാൽ BJP അതിന് നിലപാട് സ്വീകരിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്ത പോലെ BJP ശ്രമിക്കും. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. അതിനൊറ്റയ്ക്ക് MP-മാരെ ജയിപ്പിക്കാൻ സാധിച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും സാധിച്ച സംസ്ഥാനമാണ്. ആ നിലക്ക് സ്ട്രാറ്റജികളിലൂടെ കോalitionലൂടെ ഒക്കെ ശ്രമിക്കുക എന്നുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ശരി, അതിന് ഒന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും തുടരുക. ഞാൻ ആ പോയിന്റിലേക്ക് എത്താം. ശ്രീ ശ്രീധരൻപിള്ള, ശ്രീ ജീമോൻ ജേക്കബ്, താങ്കൾ 2011 പോയസ് ഗാർഡനിൽ നിന്ന് ശശികലയെ പുറത്താക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് വിശദമായൊരു അന്വേഷണാത്മക റിപ്പോർട്ട് എഴുതുകയും അത് ഇന്ത്യ മുഴുവൻ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള എന്നാണ്. പക്ഷേ 100 ദിവസത്തിനുള്ളിൽ ശശികല തിരികെ എത്തുന്നത് കണ്ടു. തിരികെ എത്തുമ്പോൾ അവരൊരു കത്ത് തയ്യാറാക്കിയിരുന്നു. അതിൽ പറഞ്ഞത് തന്നെ അക്കയെ സേവിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം, ഞാൻ പാർട്ടിയിലോ സർക്കാരിലോ ഒന്നും ഒരു നേട്ടത്തിനും ശ്രമിക്കുന്നില്ല എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു കത്ത് അന്ന് JRTV തന്നെ സംപ്രേഷണം ചെയ്യുകയൊക്കെ ഉണ്ടായി. താങ്കളുടെ നിരീക്ഷണത്തിൽ 1991 ജയലളിത ആദ്യം അധികാരത്തിൽ എത്തുന്ന ആ കാലം മുതൽ ഇതുവരെയും എങ്ങനെ ഇത്ര വലിയ സ്വാധീനം ആ പാർട്ടിക്കകത്ത് ശശികലയ്ക്ക് പുലർത്താൻ സാധിച്ചു? വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരമാണ്. 1991 മുതൽ 2016 തെരഞ്ഞെടുപ്പ് വരെ സീറ്റ് നിർണയത്തിലും MLA-മാരെയും MP-മാരെയും തിരഞ്ഞെടുക്കുന്നതിലും വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ശശികല ജയലളിതയിൽ ചെലുത്തിയിരുന്നത്. അതുകൊണ്ടാണ് മണ്ണാർക്കുടി മാഫിയ തന്നെ ഭരണത്തെ പിടിമുറുക്കിയെന്ന് എല്ലാവരും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതിനെതിരെ ചെറിയ തോതിലുള്ള റിവോൾട്ടുകളൊക്കെ AIADMK-യിൽ ഉണ്ടായെങ്കിലും അതൊക്കെ ജയലളിതയുടെ കാലത്ത് അടിച്ചമർത്താനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അധികാര കൈമാറ്റം അത് ജനാധിപത്യം പണാധിപത്യത്തിന് മൊഴിമാറുന്ന ഒരു സാഹചര്യമാണ് തമിഴകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അത് നഗ്നമായ ഒരു സമീപകാല ജനാധിപത്യ സംവിധാനത്തിലെ ചരിത്രത്തിലെ ഒരു അശ്ലീലവും ആഭാസവുമാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുക. എന്താണ് നടന്നത്? ശശികലയെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നതിൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള സാധുതയുണ്ട്. അവർക്ക് മുഖ്യമന്ത്രിയാകാം. പക്ഷേ അവരുടെ അധികാരത്തിലേക്കുള്ള വഴിയെ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് പണാധിപത്യത്തിൻ്റെ മാത്രം പ്രകടമായിട്ടുള്ള തമിഴക രാഷ്ട്രീയത്തിലെ ഒരു വൃത്തികെട്ട അധികാര കൈമാറ്റമാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുക. അതാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, എങ്ങനെ ശശികല ഇത്ര അനായാസം ജയലളിതയുടെ പിൻഗാമിയായി എന്ന ചോദ്യത്തിന് വളരെ അനായാസമാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുക. ലളിതമാണ് യുക്തി. എങ്ങനെ ആ വീടിനകത്തുള്ള സ്റ്റാഫിനെ ശശികലയുടെ ഇഷ്ടപ്രകാരം നിയമിച്ചോ അതേമാതിരി തന്നെ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ, പാർലമെൻ്ററി സ്ഥാനമാനങ്ങൾ, യഥാർത്ഥത്തിൽ ഇപ്പോൾ AIADMK-യിലെ ഈ നേതൃവൃന്ദത്തിലുള്ള ആൾക്കൂട്ടം ജയലളിതയോട് ലോയൽ ആയതിനേക്കാൾ കൂടുതൽ ശശികലയോട് ആഭിമുഖ്യമുള്ള വിധേയത്വമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണിത്. വളരെ ലളിതമല്ലേ അത്? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ജോമൻ പറഞ്ഞ വളരെ ലളിതമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ 100% അംഗീകരിക്കുന്നു. ജയലളിതയുടെ
വീട്ടിനകത്തിരുന്നു കൊണ്ട് പാർട്ടിയുടെ നിർണായകമായ പൊസിഷനൊക്കെ നിയന്ത്രിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. ഇപ്പോൾ ആർക്ക് ഏത് സീറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ശശികലയാണെങ്കിൽ ജയിച്ചു വരുന്ന MLAക്ക് ജയലളിതയേക്കാൾ കൂടുതൽ വിധേയത്വം ശശികലയോട് ഉണ്ടാവും. അപ്പോൾ അവിടെ അതുമാത്രമല്ല, അതിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനത് അഴിമതിയുമായി ബന്ധപ്പെട്ട് പണമുണ്ട്. ആ പണം കൊണ്ടാണ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്, ആ സ്വാധീനം കൊണ്ടാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ചില നേതാക്കളിലൂടെ പണം ഉപയോഗിച്ച് ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ താല്പര്യം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ. ഇത് ജനങ്ങളെങ്ങനെ അംഗീകരിക്കും എന്നുള്ളത് ആണ് ഇനി കാണാനുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ ശ്രീധരൻപിള്ള, ഞാൻ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വീട്ടുവേലക്കാരി ആവാൻ പാടില്ല എന്നല്ല, വീട്ടുവേലക്കാരിക്കും ആവാം. വീട്ടുവേലക്കാരിയാണെന്നുള്ളതല്ല അവരുടെ പ്രശ്നം. ജയലളിതയുടെ വീട്ടുജോലിക്കാർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, ഒരു കുഴപ്പമില്ല. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ വരണം, അവിടെയാണ് പ്രശ്നം. ജയലളിതയുടെ വീട്ടിൽ സ്വാധീനമുള്ള ആളാണ് എന്നത് മാത്രം ഒരാൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യത. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ചില പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ജയലളിതയോട് വളരെ അടുപ്പമുള്ള ദീർഘകാലമുള്ള ഉദ്യോഗസ്ഥരെ വരെ പുറത്തായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ജയലളിത പോയ വഴിയാണോ പോണെന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. മാത്രമല്ല, ജയലളിതയ്ക്കുള്ള ഒരു ജനകീയമായ അംഗീകാരവും ഒരു ഗട്ട്സും ഇവർക്കില്ലെങ്കിൽ തീർച്ചയായും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം മതിയാവും, പുറത്തു നിന്ന് ഒരുപാട് പേർക്ക് കഴിയും. ആ കഴിയുന്നതിൽ ഏറ്റവും നിർണായകമാവുക, ഞാൻ അത് കുറ്റം പറയല്ല, ഒരിക്കലും BJP അതിന് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, പൊളിറ്റിക്കലി ആർക്കും സ്ട്രാറ്റജി ഉണ്ടാവാം, ഏത് ഇതുണ്ടാവാം. പക്ഷേ അത് ഇത്ര മോശപ്പെട്ട ഒരു കളിയിലൂടെ വേണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ. ശരി, അതിലേക്ക് വരാം. ശ്രീ അരുൺ റാം, ഇനി ശശികലയ്ക്ക് മുൻപിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനായാസമാണോ? എതിർ ശബ്ദങ്ങളൊന്നുമില്ലാതെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ ഈസിയാണോ? അനായാസമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ആദ്യത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ് കേസ് ആയിരിക്കും. അതിന്റെ വിധി വരാനിരിക്കുകയാണ്. വിധി പ്രതികൂലമായി പോവുകയാണെങ്കിൽ ശശികലയ്ക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് അപസ്വരങ്ങൾ കേട്ടുകൂടാനില്ല. നമ്മളിപ്പോൾ പ്രൈവറ്റായിട്ട് പല MLAമാരോടും മന്ത്രിമാരോടും സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് അരുചിയുണ്ട്, തല്ലുകടിയുണ്ട്, അതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു ഗട്ട്സ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ശശികലയുടെ മുന്നിൽ വരും കാലിൽ വീഴാൻ തോന്നുന്ന ഒരു സമൂഹമായി AADMKയുടെ MLAമാർ അധപ്പതിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടരണമെന്നില്ല. മാസങ്ങൾക്കകം അല്ലെങ്കിൽ വർഷങ്ങൾക്കകം തന്നെ അപസ്വരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി അത് ഉണ്ട് എന്നാണ് അറിയുന്നത്. ശ്രീ അരുൺ റാം, ഇവിടെ ഈ MLAമാർക്കുള്ള ഈ സമ്പൂർണ്ണമായ വിധേയത്വവും കൂറും പാർട്ടി അണികൾക്കുണ്ടോ? അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ എന്തായാലും 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണമല്ലോ. RK നഗറിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? അതോ തേവർ സമുദായത്തിന് സ്വാധീനമുള്ള ഏതെങ്കിലും സദേൺ ജില്ലകളിലേക്ക് പോകേണ്ടി വരുമോ? ജനവിധി നേടുമ്പോഴായിരിക്കും ശശികല നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോ നേരത്തെ സംസാരിച്ചാണ് പറഞ്ഞത്, ഇപ്പൊ ഇതൊരു ആക്റ്റീവായിട്ടുള്ള MLAമായിരുന്നു. MLAമാർ പണക്കൊഴുപ്പിന്റെയും മറ്റ് ഭയത്തിന്റെയും പേരിൽ വിധേയത്വം കാണിക്കുന്ന ഒരു സമൂഹമാണ്. എന്നാൽ ജനങ്ങൾ അങ്ങനെയല്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടണം. അപ്പോൾ RK നഗറിൽ മത്സരിക്കുമോ എന്നത് ആണോ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തെരഞ്ഞെടുക്കുമോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ ശശികലയെ പോലെയുള്ള ഒരു ആളിനെ നേതാവായി അംഗീകരിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ആവാൻ സാധ്യത കുറവാണ്. കാരണം രാഷ്ട്രീയത്തിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ് ശശികല. ജയലളിതയുടെ നിഴലായി നിന്നതുകൊണ്ട് മാത്രം, 30 വർഷം നിഴലായി നിന്നതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനമാണ് ജനങ്ങൾ എടുക്കേണ്ടത്. അത് വളരെ സുപ്രധാനമായ തീരുമാനമായിരിക്കും. ശശികലയുടെയും AADMKയുടെ പാർട്ടിയുടെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തീരുമാനം. തീർച്ചയായും ശ്രീ അരുൺ റാം, ഷീല ബാലകൃഷ്ണൻ അടക്കമുള്ള ജയലളിതയുടെ വിശ്വസ്തരൊക്കെ പടിയിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഭരണത്തിലും പാർട്ടിയിലും എത്ര സ്വാധീനം ശശികലയ്ക്കുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടണമല്ലോ. മണ്ണാർഗുഡി മാഫിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഘം സർവ്വമേഖലയിലും തമിഴ്നാടിനെ സംബന്ധിച്ച് പൂർണ്ണമായും അവരുടെ കയ്യിൽ ഒതുക്കി കഴിഞ്ഞോ? സ്വാധീനം എന്നുള്ളത് 2 സംഭവങ്ങളാണ്. ഒന്ന് ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ മേലിലുള്ള സ്വാധീനം. അത് പല വർഷങ്ങളായി, 20-25 വർഷമായി ശശികലയ്ക്ക് ആ ഒരു സ്വാധീനമുണ്ടായിരുന്നു. MLAമാരെ നോമിനേറ്റ് ചെയ്യുന്നതുൾപ്പെടെ ബ്യൂറോക്രാറ്റ്സിനെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല ഉന്നത മേധാവികളെയും പോലീസിലും
IAS ഓഫീസിനെയും റിക്രൂട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പോസ്റ്റുകൾ നൽകുന്നതിൽ ശശികല വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ചരട് വലിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അത് പബ്ലിക്കിന് അറിയില്ലായിരുന്നു. പബ്ലിക് വിചാരിച്ചതെന്നും ശശികലയുടെ തോഴിയായി നിഴലിൽ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു. അല്ല, ശശികല വളരെ അധികം പവർ ഉണ്ടായിരുന്നു, വീൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നാൽ തന്നെ ജനങ്ങൾ അവരെ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അപ്പോൾ ഈ ഷീലാ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 3 പേരെ പുറത്താക്കാൻ കാരണം അത് ജയലളിതയുടെ മരണത്തിന് ശേഷം ഉടൻ തന്നെ എപ്പോൾ വേണമെങ്കിലും നടക്കാമായിരുന്ന സംഭവമായിരുന്നു. ഇതൊരു ക്ലെൻസിങ് പ്രോസസ്സാണ്. കാരണം ജയലളിത ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ഈ 3 പേരെയും മറ്റു പലരും ഇനിയും പല തലകളും ഉരുണ്ടില്ല. അതൊക്കെ ആ ഒരു ക്ലെൻസിങ് നടത്തിയതിനു ശേഷം ഈ ഒരു വിധേയത്വം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതലൊരു ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലാണ്. ഇത് ശശികലയ്ക്ക് തന്നെ അറിയാം. 4-4.25 വർഷം കഴിഞ്ഞാൽ മറ്റൊരു ഇലക്ഷനെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി തന്നെ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഉള്ള സമയം കൊണ്ട് 4 വർഷം കൊണ്ട് 4.5 വർഷം കൊണ്ട് കഴിയുന്നത്ര സമ്പാദിക്കാനും അല്ലെങ്കിൽ അതിന്റെ അധികാരത്തിന്റെ മധുരം വരാനും കഴിയുന്ന നടക്കട്ടെ എന്നുള്ള ഒരു തീർച്ചയായും തുടരണം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ആശ്രിതത്വവും വിധേയത്വവും സ്ഥാനമാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി മാറുക, എല്ലാ തലങ്ങളിലും വിശ്വസ്തരെ തിരികെ കയറ്റുക, പട്ടാള അട്ടിമറി എന്നുള്ളത് എങ്ങനെ നടക്കുമോ സമാനമായ വിധത്തിൽ സ്ഥാനമാനങ്ങളിൽ അട്ടിമറി ഉണ്ടാവുക, ഇതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നടക്കുമ്പോഴാണ് ഇതെന്തൊരു ദുര്യോഗമാണ് എന്ന് നമുക്ക് തോന്നുക. ഈ 67 മുതലുള്ള തമിഴ്നാട് രാഷ്ട്രീയം നമ്മുടെ സാധാരണ രാഷ്ട്രീയം, ഇപ്പോൾ BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, അതെല്ലാം ഒരു കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു തത്വശാസ്ത്രം, അത് അനുകൂലിക്കുക പ്രതികൂലിക്കുക ചെയ്യാം. ആ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നതിൽ ചില പ്രമുഖ നേതാക്കന്മാർ വ്യക്തിപരമായ അവരുടെ ആയിട്ടുള്ള പ്രഭാവം കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് കളക്റ്റീവായിട്ടാണ് ആ സംഘടനകളെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അണ്ണാദുരൈ ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള സ്പീക്കറും ലീഡറുമായിരുന്നു. അതായത് പ്രസംഗം പോലും ടിക്കറ്റ് വെച്ചിട്ടാണ് ആളുകൾ കേട്ടിരുന്നത്. അത്രമാത്രം ജനസ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം നമുക്കറിയാം MGRും അതേപോലെ തന്നെ കരുണാനിധിയും അവർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇവർ 2 പേരാണല്ലോ ആ പിൻഗാമികളായിട്ട് വന്നത്. അതിനുശേഷം ജയലളിതയിലേക്ക് എത്തി, അല്ലെങ്കിൽ സ്റ്റാലിനിലേക്ക് എത്തി. ഈ നിലയ്ക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കടന്നു വന്ന വഴികളെ സംബന്ധിച്ചിടത്തോളം ആ കടന്നു വന്ന വഴികളൊക്കെ നമ്മുടെ പൊതുജനാധിപത്യ സങ്കല്പത്തിന് അനുസരിച്ചായിരുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങളുടെ വികാരം, ഈ പാത്രം നോക്കി പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു തിയറിയാണത്. അവിടുത്തെ ആളുകൾക്ക് എന്താണ് ഇഷ്ടമായിട്ടുള്ളത് അതിനനുസരിച്ച് അവർ കൊടുക്കുമായിരുന്നു. ഇപ്പം നീലേട്ടനോട് ഞാനൊരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തമിഴ്നാട് അത് ബാംഗ്ലൂരിൽ നിന്ന് ജയലളിതയെ ഗുരുതരമായ അഴിമതിക്കുറ്റത്തിന് ശിക്ഷിച്ച് ജയിലിലടച്ച ശേഷവും നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കൂടുതൽ അംഗീകാരം അവർക്ക് ലഭിക്കുകയായിരുന്നു, ജയലളിതയ്ക്ക് കിട്ടിയത്. അതുപോലെ ശശികലയെ സംബന്ധിച്ചിടത്തോളം ശശികലയും ഇന്ന് അവരുടെ കഴിവുണ്ടല്ലോ തെളിയിക്കേണ്ടതാണ്. ഞാൻ ശശികലയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുകയല്ല. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയ അവർ ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മാഫിയ ആണെന്ന് പറയുമ്പം മാഫിയകളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിലോ? ജനങ്ങൾ അതല്ലേ നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിലെ വിധി അതല്ലേ? മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ വിരുദനഗറിൽ എങ്ങനെയാ ഏറ്റവും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കാമരാജ നാടാരെ ഒരു പയ്യനെ എങ്ങനെയാ വിരുദനഗർ കോൺസ്റ്റിറ്റ്യുവൻസി തോൽപ്പിക്കാൻ സാധിക്കുന്നത്? എന്ത് ന്യായീകരണം പറയാൻ സാധിക്കുക? അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവരെ ഇക്കിളിപ്പെടുത്തുന്ന, അല്ലെ അവരുടെ ഭാഷയുടെ പേരിലോ വികാരത്തിൻ്റെ പേരിലോ ഇനിയും പണത്തിൻ്റെ പേരിലോ, തമിഴ്നാട് അതുകൊണ്ട് ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്ന മത്സരിച്ചു കൊണ്ടാണ് അവിടെ വോട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഒരിക്കലും നമ്മുടെ സംവിധാനത്തിന് മൊത്തത്തിൽ ഗുണകരമല്ല. പക്ഷെ അത് ഇന്നൊരാൾ വരുമ്പോൾ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ നിർവാഹമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ജനാധിപത്യത്തിൽ നമ്മുടെ ഇന്നത്തെ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഫെഡറൽ സംവിധാനത്തിൽ നിഷ്പക്ഷമായി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾ, ആ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത് തീർച്ചയായിട്ടും നിയമസഭാ കക്ഷിയിലാണ്. സുപ്രീം കോടതിയുടെ വിധി തന്നെ ഉണ്ടായിട്ടില്ലേ? തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിലാണ്. അവരൊറ്റക്കെട്ടായിട്ട് അവരെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി അംഗീകരിച്ചാലേ കേന്ദ്രത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മറിച്ചുണ്ടാകുന്നത് വരെ തീർച്ചയായിട്ടും അവരുടെ തോഴിയാണ്,
അല്ലെങ്കിൽ വേലക്കാരിയാണെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അതിനെ അധിക്ഷേപിക്കുന്നത് ജനവിധിയോട് കാട്ടുന്ന അനീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ജയലളിത അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് വന്ന ശേഷവും അവരെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ലേ? അതുകൊണ്ട് ഈ നിലയ്ക്ക് വേണം നമ്മൾ ചിന്തിക്കാൻ. നഗറിൽ അല്ലെങ്കിൽ വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം. ജനങ്ങൾ ഏത് തരത്തിൽ ഇതിനെ സമീപിക്കുന്നു എന്നറിയാൻ. ശ്രീ ജിമോൾ ജേക്കബ്, ഒരു തോഴി, വേലക്കാരി തുടങ്ങിയ പദവികളിൽ എന്ന വിശേഷണങ്ങളിൽ ഒതുക്കേണ്ട ആളാണോ ശശികല? നോക്കൂ, ജയലളിത ഏത് അസുഖത്താലാണ് മരിച്ചത് എന്ന് ലോകർക്കാർക്കും അറിയില്ല. എന്ത് ചികിത്സയാണ് അവർക്ക് അപ്പോളോ ആശുപത്രിയിൽ നൽകിയത് എന്നറിയില്ല. അവരുടെ ആരോഗ്യ വിവരം സംബന്ധിച്ച യാതൊരു വിവരവും ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ എത്തിയിട്ടില്ല. ധാരാളം ഗൂഢാലോചന തിയറികളുണ്ട്. ഇതിനൊന്നും ഉത്തരമില്ല. ഇതിലെവിടെയും അന്വേഷണം നടക്കുന്നില്ല. അത്ര ഭദ്രമായ വിധത്തിൽ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വരണം എങ്കിൽ അങ്ങേയറ്റം ബുദ്ധി കുശലതയുള്ള ഒരു നേതാവാണല്ലോ ശശികല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണല്ലോ ശശികല. ശശികല എന്നുള്ളത് ഒരു വ്യക്തി മാത്രമാണോ? എങ്ങനെയാണ് 91 മുതൽ ഇങ്ങോട്ട് എപ്പോഴൊക്കെ AIADMK ഭരിക്കുന്നോ ചുരുങ്ങിയ നാളുകളിൽ ഒഴികെ അപ്പോഴൊക്കെ അധികാര കേന്ദ്രമായി മാറാൻ ശശികലയ്ക്ക് കഴിഞ്ഞത്? നമ്മൾ ശശികലയെ തോഴിയാണോ വേലക്കാരിയാണോ എന്നുള്ള വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അപജയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും അധികാരം കൈയാളുന്നതെന്നുള്ളതാണ് നമ്മളുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിഴൽ പോലെ ജയലളിതയോടൊപ്പം നടന്നവർ അവരെ ഒരു ത്യാഗിയെന്ന് ഒരിക്കലും ആരും വിശേഷിപ്പിച്ചിട്ടില്ല. അധികാര രാഷ്ട്രീയം മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. അല്ലെങ്കിൽ ഉപജാപക സംഘങ്ങളിലൂടെയും ഗൂഢാലോചനകളിലൂടെയും തങ്ങൾക്ക് എതിരാളികളായവരെ അമർച്ച ചെയ്യുകയും പണവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയം കൈയടക്കുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്ക് നമ്മുടെ ഇപ്പോൾ PS ശ്രീധരൻപിള്ള, അദ്ദേഹം നിയമജ്ഞനാണ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. ഇത്തരം പ്രവണതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഈ പണാധിപത്യത്തിനൊപ്പം സ്തുതിപാഠകരായിട്ട് ഒരുപാട് രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം, തമിഴക രാഷ്ട്രീയത്തിലെ സാഹചര്യം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമായിരിക്കാം. വളരെ വീക്കായിട്ടുള്ളൊരു ഗവൺമെൻറ്റുകൾ ഉണ്ടാകുമ്പോഴും ഒരു വളരെ ദുർബലമായ പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴും ചില പാർട്ടികൾക്ക് അതിലൂടെ പ്രയോജനമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ജനാധിപത്യം തളരുമ്പോൾ ഒരു ജനതയാണ് തോൽക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഗൗരവപൂർണമായിട്ട് ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും ഇവർ യാതൊരു വിധത്തിലുള്ള ജനപിന്തുണയും തെളിയിക്കപ്പെടാത്തൊരു വ്യക്തിയാണ്. പിന്നെ ജയലളിതയുടെ മരണത്തെക്കുറിച്ചും അത് എത്ര ദുരൂഹമാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും നമ്മൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഒരു ജനതയ്ക്ക് അവകാശമില്ലേ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെ മരിച്ചു എന്നറിയാൻ? എന്തിനാണ് ഒരു ഗവൺമെൻറ് ഇതിനെ ഭയക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഈ അധികാര കൈമാറ്റത്തിന് പിന്നാമ്പുറ കഥകളിലേക്ക്? ശരി, അതാണ് താങ്കളുടെ ചോദ്യം. ശ്രീ CR നീലകണ്ഠൻ, ശരി, എന്നാലും ജനങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഏറ്റവും പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ചു വന്ന് വരുന്ന 3 വർഷക്കാലം കൂടി മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാനാണ് എല്ലാ സാധ്യതയും. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം, അതെ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. പക്ഷേ എന്താണ് ജനാധിപത്യ ക്രമത്തിൽ ഇതിന് ബദലൊന്നുമില്ല. AIADMK തീരുമാനിക്കുന്നത് ശശികല നടരാജനാണ് മുഖ്യമന്ത്രി എന്നാണെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല, ബദലൊന്നുമില്ല. അല്ല, ബദലില്ല എന്നുള്ളത് അത് നമ്മുടെ ഒരു പരാജയമാണ്. ഇപ്പോൾ റൈറ്റ് ടു റീകോൾ എന്നൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ പലരും ഉന്നയിച്ചിട്ട്, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ ഉന്നയിച്ചത് റൈറ്റ് ടു റീകോളാണ്. അതൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇങ്ങനൊരു ഗവൺമെൻറ് വന്നാൽ ഒരു രാജ്യത്തിന് സമൂഹത്തിന് ഗുണകരമാണോ എന്ന ഒരു പരിചിന്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മുമ്പ് പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. MLA-മാരെ മൊത്തം വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയി ഒരാൾക്ക് പിന്തുണ കൊടുക്കുക, തിരിച്ചു കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുക.
ആ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തൊക്കെ അന്തിമമായി അത് ജനങ്ങളാൽ തൂത്തെറിയപ്പെട്ടിട്ടുണ്ട്. അതൊരു ചരിത്രമുണ്ട്. ഞാനത് ഓരോന്നിലേക്ക് പോകുന്നില്ല. ഇവിടെ കുറേ പണമുണ്ട്, കുറേ ആളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിയന്ത്രിക്കപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഗൂഢസംഘം എന്ന് തന്നെ പറയാവുന്ന, ജനങ്ങൾക്കറിയില്ല ഞാൻ ഗൂഢസംഘം എന്ന് പറഞ്ഞു. ഇപ്പം നേരത്തെ ജോമോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജയലളിതയുടെ മരണം സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കാത്ത എന്തുകൊണ്ട്? ഒരു സാധാരണ ജയലളിത ഫാനാണെന്ന് വയ്ക്കുക, ജയലളിതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത ആൾ, അയാൾക്ക് ആ ചോദ്യം ചോദിച്ചുകൂടെ? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കേവലം സാങ്കേതികമായി ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഭരണം മുമ്പോട്ട് പോയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും തമിഴ്നാട് പോലൊരു സ്ഥലത്ത്. തമിഴ്നാട് ഈ ജനങ്ങൾ എങ്ങനെയൊക്കെ ഒരു വലിയ ഇച്ഛയോടുകൂടി, നേരത്തെ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ അഴിമതിക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് ഈ നേതാവ് മതി എന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ, അതേ വാശിയോടെ ജനാധിപത്യത്തെ തിരുത്താൻ തമിഴ് ജനത വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ 4.25 വർഷം താത്വികമായി ഭരിക്കാം, പക്ഷേ താത്വികമായി ഭരിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ഇത് ഞങ്ങളെ വഞ്ചിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയുടെ മരണത്തിന് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും കാരണക്കാരായവരെ രക്ഷിക്കാൻ ചിന്നമ്മ ശ്രമിക്കുന്നുവെന്ന് വന്നാൽ അതോടുകൂടി തീരും ചിന്നമ്മയുടെ ഭരണം തമിഴ്നാട്ടിൽ. കാരണം അപ്പോൾ ജനങ്ങളെ അടിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് ജനവികാരം എങ്ങനെ വരുന്നല്ലേ. ഇപ്പോൾ സ്റ്റാലിൻ ഒക്കെ അതിന് ശേഷിയുള്ള ആളാണോ, പ്രതിപക്ഷത്തിന് അതിന് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഒരുപക്ഷെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലാതെ തന്നെ ശക്തമായൊരു ജനകീയ വികാരം തമിഴ്നാട്ടിലുണ്ടാവും. നമ്മൾ ജല്ലിക്കെട്ട് പോലെയുള്ള കാര്യങ്ങളിൽ കണ്ടതാണ്. തമിഴ്നാട് അങ്ങനെ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ വിചാരിക്കണേ. ഒരു ആൾക്കൂട്ട രാഷ്ട്രീയത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 1 കൊല്ലമോ 2 കൊല്ലമോ കഴിയുമ്പോൾ ഇതായിരിക്കില്ല തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ്. കാരണം അത്രയ്ക്കും ടർമോയിൽഡാണ്. അത് എങ്ങനെ പോകുന്നു ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പോസിറ്റീവായിട്ട് ആലോചിക്കുന്നു, ജനാധിപത്യം ജനങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു കാലം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെ. ശരി, അതാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള. ജയലളിതയുടെ മരണം ദുരൂഹത നിറഞ്ഞ ഒന്നാണ് എന്ന് ആക്ഷേപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. AIADMK പ്രവർത്തകരും ജയലളിതയുടെ ആരാധകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അതിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചൊരു പരിശോധന നടക്കുന്നില്ലല്ലോ. ചലച്ചിത്ര താരം ഗൗതമി ഇത് സംബന്ധിച്ചൊരു പരാതി പ്രധാനമന്ത്രിക്ക് തന്നെ അയക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിലേക്ക് വരാൻ എനിക്ക് സാങ്കേതികമായ തടസ്സമുണ്ട്. അദ്ദേഹത്തിലേക്ക് വരാൻ കഴിയും എന്ന് കരുതുന്നു. ശ്രീ ജിമോൻ ജേക്കബ്, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം താങ്കളോടായി ചോദിക്കുകയാണ്. ചലച്ചിത്ര താരം ഗൗതമി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഒരു കത്ത് കൊടുക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയോ അന്വേഷണമോ നടക്കുന്നില്ല. ശരി, തമിഴ്നാട്ടിൻ്റെ കാര്യം, അവിടെ സർവാധിപത്യമുള്ള മണ്ണാർഗുഡി മാഫിയ നിയന്ത്രിക്കുന്നു എന്ന് കരുതുക. അന്വേഷണ സംവിധാനങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ ആശുപത്രിയെ തന്നെ അവരുടെ സമ്മർദ്ദത്തിന് അടിയിലാക്കുന്നു എന്ന് വയ്ക്കുക. പക്ഷേ ദേശീയ ഏജൻസികളെ സംബന്ധിച്ച് ഒരു പരാതി മുൻപിലുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ തടസ്സമില്ലല്ലോ. അത് സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് വിവരം ആരായുന്നതിന് തടസ്സമില്ലല്ലോ. അങ്ങനെ ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ പറഞ്ഞത്. ഗൗതമി വെറുമൊരു ഒരു സിനിമാ നടിയല്ല, BJPയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു സിനിമാ പ്രവർത്തകയാണ്. മാത്രവുമല്ല, അവർ പ്രധാനമന്ത്രിക്ക് 2 തവണയാണ് കത്തെഴുതിയത്. ഒന്ന്, ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത്, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ മരണത്തിൽ മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. അതിലപ്പുറം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജയലളിതയുടെ ആഹാരക്രമങ്ങൾ തൊട്ട് അവരുടെ പരിചാരകരെ വരെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ശശികലയ്ക്കായിരുന്നു. അപ്പോൾ പ്രധാനമായും സംശയത്തിൻ്റെ സൂചിമുന നീളുന്നത് ശശികലയിലേക്കാണ്. അപ്പോൾ ഒരു അന്വേഷണം നടക്കാതെ വരുമ്പോൾ അത് ആ ജനതയോട് ചെയ്യുന്ന, ജനാധിപത്യത്തോട് ചെയ്യുന്ന ഏറ്റവും മോശമായ പ്രതികരണമാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇതിലവർ ഉത്തരവാദിയാണോ അല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ മരണം സംഭവിച്ചാൽ അത് ദുരൂഹ സാഹചര്യത്തിലാണെങ്കിൽ അത് അന്വേഷിക്കുന്നതിനുള്ളൊരു സംവിധാനം ഈ ജനാധിപത്യ ക്രമത്തിൽ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായും അതിൽ സുതാര്യതയുടെ അഭാവമുണ്ട്, സമ്മതിക്കുന്നു. ശ്രീ ജിമോൻ, താങ്കൾ റിപ്പോർട്ട് ചെയ്തത് 2011 പതുക്കെ വിഷം കൊടുത്തു കൊല്ലാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു, ജയലളിതയ്ക്ക് അക്കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നു എന്നാണ്. ജയലളിതയ്ക്ക് അക്കാര്യത്തിലുള്ള ബോധ്യം കൊണ്ടാണ് അവരെ വേദനിലയത്തിൽ നിന്ന് ഇറക്കിവിട്ടത് എന്ന് പറയുന്നു.
അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കും അറിവുണ്ടായിരുന്നു എന്ന് പറയുന്നു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക്. പക്ഷേ എന്നിട്ടും 100 ദിവസം തികയുന്നതിന് മുൻപ് അതേ വസതിയിലേക്ക് ശശികല തിരിച്ചെത്തുകയും പിന്നെയും ജയലളിതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി തുടരുകയും ചെയ്തുവല്ലോ. മരിക്കുന്ന സമയം വരെ, അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാകുന്നത് വരെ 100% വിശ്വാസം, ജയലളിതയുടെ വിശ്വാസം എങ്ങനെ ശശികലയ്ക്കൊപ്പം ഉണ്ടായി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്? അത് വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു സാഹചര്യത്തിൻ്റെയും കൂടി പ്രശ്നമാണ്. 2 കാരണങ്ങളാണ് ജയലളിതയ്ക്ക് ശശികലയെ തിരിച്ചു വിളിക്കേണ്ടി വന്നിരുന്നത്. ഒന്നാമത് അവരുടെ കേസുകളിൽ ശശികല കൂട്ടുപ്രതിയായിരുന്നു. അവർ മാപ്പുസാക്ഷിയാകുകയാണെങ്കിൽ ജയലളിതയ്ക്ക്, ശശികല മാപ്പുസാക്ഷിയാണെങ്കിൽ ജയലളിതയ്ക്ക് അധികാരം ഒഴിയേണ്ടി വരികയും ജയിലിൽ പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ടുള്ള കാര്യം, വളരെ വർഷങ്ങളായി ജയലളിതയുടെ ഒരുപാട് രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരിയായിരുന്നു ശശികല, പണമിടപാടുകളുടെ, ബിനാമികളുടെ. അപ്പോൾ അത്തരം കെട്ടുപാടുകളിലൂടെ ജയലളിതയ്ക്ക് പെട്ടെന്ന് പുറത്തു കടക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, 2011 മാത്രമല്ല, അതിനു മുമ്പും 91 ജയലളിത 96 ഇവരെ പുറത്താക്കിയതാണ്. അപ്പോൾ ആ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വെറും ഇവരിൽ വളരെയധികം ജയലളിതയുടെ പേരിൽ ഇവർ പിടിമുറുക്കിയിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കും. തീർച്ചയായും. ധന്യ രാജേന്ദ്രൻ, ടെലിഫോൺ ലൈനിൽ ദ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ. ധന്യ, തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാം ഇനി ശശികലയെ സംബന്ധിച്ച് ഈസിയാണോ? 100% പിന്തുണ AIADMKയിൽ ശശികലയ്ക്കുണ്ടോ? തീർച്ചയായും AIADMKയിൽ ശശികലയ്ക്ക് പിന്തുണയുണ്ട്. എന്നാൽ അത് എത്രത്തോളം മാസങ്ങൾ അതുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. DMKയ്ക്കും അസംബ്ലിയിൽ അത്യാവശ്യത്തിന് നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് AIADMK MLAs വിൻ ഓവർ ചെയ്താൽ DMKയ്ക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. പക്ഷെ തൽക്കാലം ശശികല കൂടുതൽ ശക്തിയായിരിക്കുകയാണ് AIADMK പാർട്ടിക്കുള്ളിലും. ഇനി അവർ ഗവൺമെന്റിന്റെ ചീഫും കൂടി ആവുമ്പോൾ കൂടുതൽ ലീഡേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. പക്ഷെ പാർട്ടി കാഡാസിന്റെ നടുവിലുള്ള ആ ദേഷ്യം, പിന്നെ ജനങ്ങളുടെ നടുവിലുള്ള വിദ്വേഷം, അതൊക്കെയാണ് ഇപ്പോൾ ശശികലയ്ക്ക് ഏറ്റവും വലിയ ചാലഞ്ചായി തീരാൻ പോകുന്നത്. ജനങ്ങൾ അവരെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് AIADMK അതിനെ എങ്ങനെ നേരിടുമെന്ന് ഇപ്പൊ തൽക്കാലം അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. അതായത് ജനങ്ങൾക്കുള്ളിലുള്ള ഒരു ദേഷ്യം, അത് എങ്ങനെ അവർ അഡ്രസ് ചെയ്യും. ആദ്യം പറഞ്ഞു അവർ പബ്ലിക് റാലീസിന് പോകും, എല്ലാ ഡിസ്ട്രിക്റ്റിലും പോയി ജനങ്ങളോട് സംസാരിക്കുമെന്ന്. പിന്നീട് ആ പ്ലാൻ ഒരിക്കലും നടന്നില്ല. അതുകൊണ്ട് ജയലളിതയെ പോലെ തന്നെ ശശികലയും ജസ്റ്റ് CM ആയി ഒരിക്കലും പ്രസിനോട് സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഒരിക്കലും ജനങ്ങളെ അഡ്രസ് ചെയ്യാതെയോ അവർ 4 കൊല്ലം CM ആയി ഇരിക്കുമോ എന്നാണ് ഇപ്പൊ സംശയം. പനീർസെൽവം പൂർണ്ണ മനസ്സോടുകൂടിയാണോ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത്? റിബലാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ആ പാർട്ടിയിലില്ലേ? ഇല്ല. എന്നാൽ December 5th ശേഷം ചില സീനിയർ ലീഡേഴ്സ്, ഫോർ എക്സാമ്പിൾ പൻരൂട്ടി രാമചന്ദ്രൻ, അദ്ദേഹം ഒരു സീനിയർ ലീഡറാണ്. MG രാമചന്ദ്രന്റെ ഒപ്പം ജയലളിതയൊപ്പം ജോലിയെടുത്ത ഒരാളാണ്. അദ്ദേഹം ചിലപ്പോൾ ഒരു വൈബ്രന്റ് ഡെമോക്രസി കണ്ട ഒരു ലീഡറാണ്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം എതിർക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ തമ്പിദുരൈ, ഒരു ഗൗണ്ടർ ലീഡർ, അദ്ദേഹം എതിർക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇവരെല്ലാവരും തന്നെ ശശികലയെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. പൻരൂട്ടി രാമചന്ദ്രൻ ഇൻഫാക്ട് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, AIADMK ഒരു പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ പൈലറ്റ് ജയലളിതയും കോ പൈലറ്റ് ശശികലയുമാണ്. അതുകൊണ്ട് ശശികല തന്നെയാണ് ഏറ്റെടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് ലീഡർഷിപ്പിൽ ആരും തന്നെ അവരെ എതിർക്കുന്ന പോലെ ഒരു സൈൻ ഇപ്പൊ നമുക്ക് ലഭിക്കുന്നില്ല. പനീർസെൽവം അവരെ എതിർക്കുന്നു എന്ന് മിക്കവാറും ഡൽഹിയിൽ നിന്ന് വന്നൊരു തിയറിയാണ്. അത് BJP തന്നെ ഫ്ലോട്ട് ചെയ്ത തിയറിയാണ്, പനീർസെൽവം ശശികലയെ എതിർക്കുന്നു എന്ന്. പക്ഷെ അതിന്റെ ഒരു സൈനും പനീർസെൽവം ഇതുവരെ കാണിച്ചിട്ടില്ല. ഇന്ന് പോലും നോക്കൂ, എന്ത് കൃത്യമായി അദ്ദേഹം പോലീസ് ഗാർഡിൽ പോകുന്നു, അവിടെ പോയി റെസിഗ്നേഷൻ കൊടുക്കുന്നു, പിന്നീട് ചിരിച്ചുകൊണ്ട് വന്ന് അനൗൺസ് ചെയ്യുന്നു ഞാൻ റിസൈൻ ചെയ്തു എന്ന്. അദ്ദേഹം തന്നെയാണ് ശശികലയുടെ അടുത്തിരുന്നത്, ശശികല പിന്നീട് MLAs അഡ്രസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് പനീർസെൽവം പോലും എതിർക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൽക്കാലമുള്ളത്. AIADMK പ്രവർത്തകരുടെ വികാരം എന്താണ്? ശശികലയെ സംബന്ധിച്ച് RK നഗറോ അതുപോലെയുള്ള ഒരു അർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയോ ഉപതെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? അതോ തേവർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഏതെങ്കിലും ഇടങ്ങളിലേക്ക് പോകേണ്ടി വരുമോ? ഇത് ഒരു വളരെ
ഈ പാർട്ടിയിൽ ആക്ച്വലി ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെ വരയ്ക്കും ഏകദേശം ഇത് നിങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാ നാഷണൽ ചാനൽസും എല്ലാവരും റിപ്പോർട്ട് ചെയ്തു ഇന്ന് ഒരു തീരുമാനം എടുക്കില്ല എന്ന്. ഏകദേശം 12 മണി വരെ നമ്മൾ വിചാരിച്ചു അതന്നെയാണ്, ഒരു തീരുമാനം എടുക്കില്ല എന്ന്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ നമ്മളോട് പറയുന്നത് റൂറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു urban കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ ബുദ്ധിമുട്ടാകും ജയിക്കാൻ എന്നാണ്. പക്ഷേ ഈ പാർട്ടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ തീരുമാനങ്ങളാണ് എടുക്കുക. അത് മാത്രമല്ല, ഇവർക്കൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഇല്ലാത്തത് കാരണം ഇവർക്ക് കൺസൾട്ടേഷൻ പ്രോസസ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇവര് ലീഡേഴ്സിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവർ ചെയ്യില്ല. ഇവർ ഒരു ക്ലോസ് സർക്കിൾ ഓഫ് അഡ്വൈസേഴ്സ് പറയും എന്ത് ചെയ്യണമെന്ന്. തൽക്കാലമായ അഡ്വൈസേഴ്സ് പറയുന്നത് സൗത്ത് തമിഴ്നാടുവിലെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് കണ്ടസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷെ അത് നാളെ അതിന്റെ ആവണമെന്ന് അതേപോലെ തന്നെ ഒരു ഇതുമില്ല. ഒപ്പം ഒരൊറ്റ കാര്യം കൂടി ധന്യ രാജേന്ദ്രൻ, ഈ നീക്കത്തിൽ ബാഹ്യമായ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലപാടുകൾക്ക് റോളുണ്ടോ? BJPയെ സംബന്ധിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹം ഏറെക്കാലമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ്. നേരത്തെ തന്നെ അവർ തമ്പിദുരയെ ഓപ്പറേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ നീക്കത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ടോ? ഇല്ല, അത് മാത്രമല്ല, BJPക്ക് തമിഴ്നാട്ടിൽ വരാൻ പറ്റുമെന്നത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അടുത്ത ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. എന്നാൽ BJPക്ക് അത്ര വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല തമിഴ്നാട്ടിൽ. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു വളരെ ഒരു ഡിസ്റ്റന്റ് പോസിബിലിറ്റിയാണ്. തമിഴ്നാട്ടിൽ എത്ര തന്നെ ദ്രവിഡിയൻ പാർട്ടീസ് ഉണ്ട്. ഇവിടെ DMK ഉണ്ട്, DMK ഇല്ലെങ്കിൽ PMK ഉണ്ട്, അങ്ങനെ പല പാർട്ടീസ് ഉണ്ട്. BJP ഒക്കെ പിന്നീട് വരാനിരിക്കുന്ന ഫോഴ്സസ് ആണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് തോന്നുന്നു BJP ഒരു ഫോഴ്സേ അല്ല തമിഴ്നാട്ടിൽ. പക്ഷേ തീർച്ചയായും BJPക്ക് ആശങ്കയുണ്ട് ആര് തമിഴ്നാട്ടിന്റെ ചീഫ് മിനിസ്റ്റർ ആവും, ആര് AIADMK നയിക്കും. എന്തെന്നാൽ രാജ്യസഭയിൽ അവർക്ക് AIADMKയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അവിടെയാണ് BJPക്കും പ്രശ്നം. അവർക്ക് ശശികല ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ശശികലയുടെ പോളിസീസ് എന്താണ്. ഇപ്പൊ ജയലളിത ഒരു ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ, ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഇന്ത്യയിൽ എപ്പോഴും ഫെഡറലിസത്തിനെ എതിർത്തിരുന്ന ഒരു വളരെ സ്ട്രോങ് ആയി എതിർക്കുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ ജയലളിതയ്ക്ക് ശേഷം ഇനി ശശികല അവരെങ്ങനെയായിരിക്കും ഓരോ പോളിസീസിനോടും അവരുടെ താല്പര്യം എന്താണെന്ന് BJPക്ക് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അതാണ് BJPയുടെ മെയിൻ പ്രശ്നം ഇവിടെ. ശശികല എങ്ങനെ ഓരോ സംഭവം റിയാക്ട് ചെയ്യാൻ BJPക്ക് അറിയില്ല. വളരെ നന്ദി ധന്യ രാജേന്ദ്രൻ സംസാരിച്ചതിന്. ശ്രീ CR നീലകണ്ഠൻ, AIADMKയുടെ പ്രോപ്പഗൻഡ സെക്രട്ടറി ആകുമ്പോൾ ജയലളിതയും ഇതേമാതിരി ജനങ്ങളെ അഭിമുഖീകരിച്ചോ അഭിസംബോധന ചെയ്തോ പരിചയമുള്ള ആളായിരുന്നില്ല. അവിടെ നിന്ന് ജയലളിത ഉണ്ടാവുകയായിരുന്നു. ഞാനൊരു സെൽഫ് മെയ്ഡ് വുമണാണ് എന്ന് ജയലളിത തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസരം കിട്ടി, ജയലളിത അതിലൂടെ കടന്നു വന്നു, അഗ്നിപരീക്ഷകളിലൂടെ കടന്നുപോയി. ശശികലയ്ക്കും സമാനമായി മുന്നോട്ട് പോകാമല്ലോ. അല്ല, ഇവിടെ ജയലളിതയും ശശികലയും തമ്മിൽ കൃത്യമായൊരു വ്യത്യാസമുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നേരത്തെ പറഞ്ഞു, ജയലളിത ഫേസ് വച്ച് ജനങ്ങൾക്ക് ഫെമിലിയറാണ്. സിനിമയിലൂടെ ഇതേ കനിയാണ്. ഇതേ കനി എന്നുള്ള അർത്ഥത്തിൽ MGR എല്ലാ അർത്ഥത്തിലും ജയലളിത ട്രീറ്റ് ചെയ്തിരുന്നു. പബ്ലിക് ഫേസിൽ MGR ജയലളിത എന്നുള്ളത് ഒരു ദ്വന്ദ്വം നിലനിന്നിരുന്നു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം MGRൻ്റെ ഇപ്പോൾ ജാനകിയും ജയലളിതയും തമ്മിൽ തർക്കം വന്നപ്പോൾ അവിടെ പലരും ചോദിച്ചു, ജാനകിയല്ലേ ശരിക്കും ഭാര്യ, ജയലളിത അല്ലല്ലോ, ഒരു ഹൃദയം ഇതിലല്ലേ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു അല്ല. പക്ഷേ എപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ളത് ജാനകിയേക്കാൾ MGRന് ജയലളിതയോടൊപ്പമാണ്. അതുകൊണ്ട് ജാനകിക്ക് കിട്ടിയില്ല, ജയലളിത വന്നു. ഇവിടെ ഈ ശശികലയ്ക്കുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് അത് തന്നെയാണ്. ശശികലയുടെ ഒരു ഫേസ് ഇതുവരെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ടില്ല. ജയലളിതയുടെ പടം വെച്ചാൽ മതി. കാരണം എന്താ, ജയലളിത നമുക്ക് പരിചയമുണ്ട്. ഏത് ചെറുപ്പക്കാരിയായ ജയലളിത മുതൽ വളരെ ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരു ജയലളിത. ശശികലയ്ക്ക് അത് പോരാ. ശശികലയുടെ ഫേസ് ഇനി സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ ജയലളിതയോടൊപ്പമുള്ള ഒരാൾ എന്നെങ്കിലും തെളിഞ്ഞു വരാം. അല്ല, പക്ഷേ അതുണ്ടല്ലോ, 91 മുതൽ ജയലളിതയുടെ നിഴലായി ശശികല ഉണ്ട് എന്ന് മാത്രമല്ല, ഈ വലിയ ചടങ്ങുകളിൽ ഇവർ ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് വരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളെ, ഇവരുടെ മരുമകനെ സ്വന്തം മകനായി ദത്തെടുക്കുന്നു. അങ്ങനെ 91 മുതൽ ഇങ്ങോട്ട് ജയലളിത ഉള്ളിടത്തൊക്കെ ശശികലയും ഉണ്ട്. അല്ല, അത് പോരാ അഭിലാഷേ. 91 ശേഷം ജയലളിത പബ്ലിക് സ്പേസിൽ വരുന്നത് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ഒരു സാധാരണ ഒരു DMKയുടെ ഒരാൾക്ക് MGRനെ ഇഷ്ടപ്പെടുന്ന, റിക്ഷക്കാരനെ ഇഷ്ടപ്പെടുന്ന ആ സാധാരണ ഒരു ആളുണ്ട്. അവരാണ് ഈ DMKയുടെ സ്ട്രെങ്ത്. അതിൻ്റെ പുറത്താണ് ശരിക്കും MGRും ജയലളിതയും തങ്ങളുടെ രാഷ്ട്രീയം കെട്ടിപ്പടുത്തത്. അങ്ങനൊരു താതാത്മ്യം ശശികലയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ശശികല ബിൽഡ് ചെയ്യണം. ഇത്ര ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റില്ല. ജയലളിതയുടെ കൂടെ ഒരു വിരുന്നിനോ ഒരു മീറ്റിങ്ങിനോ ശശികലയെ കണ്ടു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ വിഷയമല്ല. അതുപോലെയല്ല MGRൻ്റെ കൂടെ ജയലളിതയെ കണ്ടിട്ടുള്ളത്. MGRന് ഇതേ കനി എന്ന രൂപത്തിൽ ജയലളിതയെ കണ്ടിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും ശശികലയെ ഒരു അങ്ങനെയുള്ളൊരു വിശ്വസ്ത എന്നുള്ള അർത്ഥത്തിൽ കണ്ടിട്ടില്ല. ആ ഇമേജ് ഈ സിനിമയിലും
പോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ഒരു ഇമേജ് ജനങ്ങളുടെ ഉള്ളിൽ അടുത്ത ഒരു 5-4 വർഷത്തിന് സൃഷ്ടിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് അതുപോലെയുള്ള പിക്ചർ എത്ര പടം വെച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല, അത് വരാൻ കഴിയുമോ? പക്ഷെ അതിന് കൗണ്ടറുണ്ട്. 2 പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഒന്ന് ഇവരുടെ ഇമേജ്, ഇനി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വരും അവിടെ. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കാവേരി വെള്ളമായാലും വരൾച്ചയായാലും ഇനിയിപ്പോൾ ജയലളിത കൊടുത്തിരുന്ന ഫ്രീ ബീസ് ആയാലും ഇത് തുടർന്ന് പോകാൻ, ഇതേ രീതിയിൽ പോകാൻ, ഒരുപക്ഷെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവർക്ക് അമ്മയുടെ പിന്തുടർച്ചക്കാരിയാന്ന് പറയാം. അത് കഴിയാതെ വരാൻ ചിലപ്പോൾ. കാരണം രാഷ്ട്രീയം അത്ര ലളിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിരവധി ചോദ്യങ്ങൾ, ഈ കാസ്റ്റിൻ്റെ പ്രശ്നം വരാം, ഇനിയും മറ്റ് പല പ്രശ്നങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് BJP, നേരത്തെ ധന്യ രാജേന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. BJPക്ക് അവിടെ നേരിട്ട് ഭരിക്കേണ്ട. BJPക്ക് രാജ്യസഭയിൽ ഇവരുടെ പിന്തുണ കിട്ടിയാൽ മതി. BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 2019 അണ്ണാ DMKയുടെ ഒരു സോഫ്റ്റ് കിട്ടിയാൽ മതി. കിട്ടുന്നത് ലാഭമുള്ളൊരു സ്ഥലമാണ് BJPക്ക് അവിടെ. രാജ്യസഭ മെമ്പർമാരുടെ എണ്ണം ലാഭമുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു ദുർബല മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. ശ്രീ ജിമോൻ ജേക്കബ്, ഇവിടെ ശശികല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തുടങ്ങുന്നതോടുകൂടി ആരാണ് ഭരിക്കുന്നത്? യഥാർത്ഥത്തിൽ ജയലളിത 91 ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ തന്നെ ഈ മണ്ണാർഗുഡി സംഘാംഗങ്ങൾ യഥാർത്ഥത്തിൽ ഭരണം തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഒരു വേള ജയലളിതയ്ക്ക് നടരാജനെ എടുത്ത് വെളിയിൽ കളയേണ്ടി വന്നത്. പക്ഷേ അവരുടെ സ്വാധീനം പല തലങ്ങളിലായി തുടർന്നു പോന്നിരുന്നു. ഇപ്പോൾ ശശികല എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നാലും തമിഴ്നാട് സംസ്ഥാനം മുഴുവൻ കാൽ കീഴിലാക്കി ഭരിക്കുന്നതാരായിരിക്കും? സംശയവും വേണ്ട, അത് മണ്ണാർഗുഡി മാഫിയ തന്നെയായിരിക്കും. ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവം നോക്കിയാൽ മനസ്സിലാകും. ഒന്നാമത്, ജയലളിതയുടെ മരണത്തിന് ശേഷം പിറ്റേ ദിവസം നടരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതിനു മുമ്പ് അവസാനമായിട്ട് നടരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് 2011 ജനുവരി 30 തഞ്ചാവൂരാണ്. അന്ന് അവിടെ അഖില ലോക തമിഴ് സമ്മേളനം നടന്ന യോഗത്തിലാണ് നടരാജൻ, ശശികലയുടെ ഭർത്താവ്, അമ്മയുടെ വിജയത്തിൻ്റെ പുറകിൽ നടരാജന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്ട്രാറ്റജികൾ തീരുമാനിച്ചതും അമ്മ എപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പെട്ടപ്പോഴും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് നടരാജനും സംഘവുമാണെന്ന് അവകാശപ്പെട്ടത്. ഇതിനു ശേഷമാണ് ജയലളിതയുടെ മരണത്തിന് ശേഷം നടരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശശികലയെ വീട്ടിൽ തിരിച്ച് എടുത്തപ്പോഴും നടരാജനെയോ സംഘത്തെയോ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പോയസ് ഗാർഡനിൽ പ്രവേശനം നിഷേധിക്കുകയാണ് ജയലളിത ചെയ്തത്. അപ്പോൾ ഇനിയുള്ള കാലത്തും നടരാജൻ നേതൃത്വം നൽകുന്ന മണ്ണാർഗുഡി മാഫിയ മാത്രമായിരിക്കും ഈ ഭരണത്തിൽ സുപ്രധാന പദവികൾ അലങ്കരിക്കുക, നിയന്ത്രിക്കുക. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മണ്ണാർഗുഡി മാഫിയയുടെ ഒരു മോഡസ് ഓപ്പറൻഡി, പ്രവർത്തന രീതി. അപ്പോൾ അത് പോലീസിനെ നിയമിക്കുമ്പോഴും പ്രധാന തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോഴും ഈ മാഫിയ പിടിമുറുക്കുന്നതായിരിക്കും. കാരണം പണമാണ് ഇവരുടെ ആകെയുള്ള മോട്ടീവ്. പണവും അധികാരവും കൂടി ഉള്ള ഒരു മിശ്രിതത്തിൻ്റെ പുറത്തായിരിക്കും ഇനി മണ്ണാർഗുഡി മാഫിയ തമിഴ്നാട് നിയന്ത്രിക്കുക എന്നാണ് എനിക്ക് പറയാൻ. അത് വലിയൊരു ആശങ്കയാണ്. ശ്രീ CR നീലകണ്ഠൻ, അവസാനത്തെ ടെന്യൂറിലും അതിന് തൊട്ട് മുൻപുള്ള ഘട്ടത്തിലും ജയലളിത തമിഴ്നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ജയലളിത ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 1991-96 കാലത്തേതിന് സമാനമായ വിധത്തിലുള്ള ഒരു ഭരണത്തിലേക്ക് ഇനിയുള്ള 4.25 വർഷം തമിഴ്നാട് പോവും എന്ന് സംശയിക്കാനുള്ള ന്യായമായ കാരണങ്ങളില്ലേ? ഇപ്പോൾ തന്നെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ പടിയിറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി താക്കോൽ സ്ഥാനങ്ങളിൽ വരുന്നതൊക്കെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. അത്രമേൽ ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് തമിഴ്നാട് പോകും എന്ന് നമുക്ക് സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും പോകാം. കാരണം ജനപിന്തുണയില്ലാത്ത മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ഒരു മാഫിയയ്ക്ക് ഒരു സ്ഥലത്ത് ഭരിക്കാൻ കഴിയുമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്താ? ജനങ്ങളുടെ എറ്റേണൽ വിജിലൻസ് ആണ്.
നിതാന്തമായ ജാഗ്രത ഒരു ജനസമൂഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം മുമ്പോട്ട് പോകൂ എന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഈവൻ ട്രംപിന് പോലും അത് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലൊരവസ്ഥയിൽ ആ ജാഗ്രത കടന്നു ചെല്ലാൻ കഴിയാത്ത അർത്ഥത്തിൽ എൻക്ലോസ്ഡ് ആയ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങളിങ്ങനെ പോകൂ എന്ന് പറയുന്ന ഒരു മാഫിയയുടെ കയ്യിലേക്ക്, ഒരു തൽപര ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് തമിഴ്നാട് പോലെയുള്ള വളരെ റിസോഴ്സ്ഫുള്ളായ ഒരു സംസ്ഥാനം പോവുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെ അപകടകരമാണ്. ഇന്ത്യയുടെ മൊത്തം അപകടകരമാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് പോലും അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വളരെ വലിയ പരോക്യലിസം, ഒരു പ്രാദേശികവാദം പോലെയുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വരാം. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ സെൻസിറ്റീവായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീവ്രവാദം അടക്കമുള്ള വിഷയങ്ങൾ, ജാതിവാദം നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ സമർത്ഥമായി നേരിടാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് അല്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ജനങ്ങൾ തമ്മിൽ തല്ലി മരിച്ചോട്ടെ, ഞങ്ങളുടെ പണമുണ്ടാക്കിയാൽ മതി എന്നായിരിക്കും മാഫിയ ശ്രമിക്കുക. ഇപ്പോൾ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ഈ ശശികലയ്ക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, പിന്നെ കടുംവെട്ട് വെട്ടാലോ നമുക്ക്. അങ്ങനെ കടുംവെട്ട് വെട്ടുന്നൊരു മാഫിയ തമിഴ്നാട്ടിൽ ഉണ്ടായിക്കൂടാന്നില്ല. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.